Hello guys, welcome to Silverstone 2026 race recap video. Silverstone 2026 എല്ലാം ഉണ്ടായിരുന്ന ഈ റേസിൽ ടോട്ടൽ ഡ്രാമ ആൻഡ് ടോട്ടൽ കെയോസ്. റേസ് സ്റ്റാർട്ടിൽ തന്നെ ചിലർക്ക് നന്നായി ചിലർക്ക് പാളിപ്പോയി. പിറ്റ് സ്റ്റോപ്പ് ഡിസാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പിറ്റ് സ്റ്റോപ്പ് മാസ്റ്റർ ക്ലാസ് ഉണ്ടായിരുന്നു. ചാമ്പ്യൻഷിപ്പ് ലീഡറിന്റെ റേസ് തന്നെ തകർന്നു. മാക്സ് 2-3 ലാപ്പ് നിൽക്കെ DNF ആയി. അവസാനം അണ്ടർ ദ സേഫ്റ്റി കാർ ഫെറാറി വിൻ ചെയ്തു. ബട്ട് സ്റ്റിൽ ഫെറാറി ഫാൻസിന് 100% ഹാപ്പി ആവാനും പറ്റുന്നില്ല. സോ റേസ് സ്റ്റാർട്ട്, ഇറ്റ്സ് ലൈറ്റ്സ് ഔട്ട്. ചാൾസിന് അടിപൊളി ഒരു സ്റ്റാർട്ടായിരുന്നു, ലൂയിസ് ഹാമിൽട്ടണ് നല്ല സ്റ്റാർട്ടായിരുന്നു, പോൾ സിറ്ററായിട്ടുള്ള കിമിക്ക് അത്ര നല്ല സ്റ്റാർട്ടല്ലായിരുന്നു, അതുകൊണ്ട് അവൻ 2 പൊസിഷൻ ലൂസായി. ആദ്യ ലാപ്പുകളിൽ തന്നെ ഫെറാറി റേസ് കൺട്രോൾ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നി. പക്ഷേ 13ാമത്തെ ലാപ്പിൽ തന്നെ P3യിൽ നിന്ന കിമി ലൂയിസിനെ ഓവർടേക്ക് ചെയ്ത് P2യിലേക്ക് എത്തി. ഇതേ സമയം ബാക്ക്ഗ്രൗണ്ടിൽ ലൂയിസിന് ഒരു ഫോൾ സ്റ്റാർട്ട് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു 5 സെക്കൻഡ് ടൈം പെനാൽറ്റി ഇഷ്യൂ ചെയ്തു കൊടുത്തു. അതായത് റേസ് സ്റ്റാർട്ട് സമയത്ത് ലൈറ്റ്സ് എല്ലാം പോകുന്നതിന് മുന്നേ ലൂയിസ് കുറച്ച് മൂവ് ചെയ്തു. ആക്ച്വലി ഹി ഡിഡിൻ വെന്റ് ഓൺ വിത്ത് ദ റേസ്, പക്ഷേ കുറച്ച് മൂവ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് 5 സെക്കൻഡ് പെനാൽറ്റി കൊടുത്തു. ഇത് അടുത്ത പിറ്റ് സ്റ്റോപ്പിൽ ലൂയിസ് സെർവ് ചെയ്യേണ്ടി വന്നു. ഈ പെനാൽറ്റി കിട്ടിയതോടെ എല്ലാവരും വിചാരിച്ചു ലൂയിസിന്റെ ഇന്നത്തെ പോഡിയം തന്നെ കംപ്ലീറ്റ് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. വെസ്റ്റാപ്പൻ ഒരു എയർലി പിറ്റ് സ്റ്റോപ്പ് എടുത്തു. ഒരു 18ാമത്തെ ലാപ്പിലൊക്കെ വെസ്റ്റാപ്പൻ ഒരു അണ്ടർ കട്ട് പിറ്റ് സ്റ്റോപ്പ് എടുത്തു. പക്ഷെ അതിന് റിയാക്ട് ചെയ്ത് തന്നെ റസൽ കേപ്റ്റ് ഓൺ ഗോയിങ്. ഇവിടെയാണ് സ്ട്രാറ്റജി ചേഞ്ച് എവറിത്തിങ്. P5ലും P6ലും നിന്ന ലൂയിസ് ഹാമിൽട്ടനെ റസലിനെ തിരിച്ച് റേസിലോ അല്ലെങ്കിൽ പോഡിയം കണ്ടൻഷനിലേക്ക് കൊണ്ടുവന്നത് ഈ സ്ട്രാറ്റജി കോൾസ് ആണ്. ദേ മേഡ് എ ബ്രില്യന്റ് മൂവ് ഫോർ ഇറ്റ്. കിമി P2ൽ നിന്ന് P1ൽ നിൽക്കുന്ന ചാൾസിന് നല്ലപോലെ പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് മാനേജിങ് ഹിസ് ടയർ ഫോർ എ ലോങ് ടൈം. പിന്നെ അവസാനം കിമി ചാൾസിനെ കൂടുതൽ പ്രഷർ ഇടാൻ തുടങ്ങി. അങ്ങനെ ചാൾസ് ഒരു അണ്ടർകട്ടിന് വേണ്ടി പിറ്റ് ചെയ്തു. അതിനുശേഷം കിമിയുടെ റേസിംഗിന് നല്ല രീതിയിൽ പോകുമ്പോഴാണ് കിമിയുടെ ബിഗസ്റ്റ് നൈറ്റ് മെയർ വന്നത്. ഓൾ ഓഫ് എ സഡൻ വെൻ ഹി വാസ് ഡൂയിങ് വെരി ഗുഡ് ഇൻ ഹിസ് റേസ്, കിമിയുടെ കാറിൽ എന്തോ സഡൻലി ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. മിസ്റ്റേക്ക് ആസിൻ കിമി റേഡിയോ കൂടെ കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട്, അവന് കാറിന് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ടീമിനും കിമിക്കും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റിയില്ല കാര്യം എന്താണ്. സോ അതുകൊണ്ട് അവർ പിറ്റ് ചെയ്തു. എന്നിട്ട് അവിടുന്ന് വിങ്ങി മാറ്റിയിട്ട് ഔട്ട് ലാപ്പ് ചെയ്തപ്പോഴും അഗെയിൻ ഹി വാസ് ലൂസിങ് കൺട്രോൾ ആൻഡ് ഗോയിങ് ഔട്ട് ഓഫ് ട്രാക്ക്. അങ്ങനെ അവർ കിമിയെ വീണ്ടും ഒന്നും കൂടെ പിറ്റ് ചെയ്യിപ്പിച്ചു. അപ്പോഴാണ് മനസ്സിലായത് ഒരു ഡെബ്രി അവൻ്റെ എയറോ പാക്കേജിൻ്റെ അവിടെ സ്റ്റക്ക് ആയിട്ടിരിക്കുമായിരുന്നു. അങ്ങനെ ആ പിറ്റ് സ്റ്റോപ്പും കഴിഞ്ഞ് പുറത്ത് വന്നപ്പോഴത്തേക്ക് P10 ഇന്നത്തെ ചാമ്പ്യൻഷിപ്പ് പോയിന്റ് മൊത്തത്തിൽ പോയി. കിമിയുടെ ഇന്നത്തെ റേസ് അങ്ങനെയാണ് റൂയിനായത്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിച്ച റേസ് ഓൾമോസ്റ്റ് സെറ്റിലായിരിക്കുന്നു. ചാൾസ് ഫസ്റ്റ്, ഹാമിൽട്ടൺ സെക്കൻഡ്, വെസ്റ്റാപ്പൻ തേർഡ്, റസൽ ഫോർത്ത്. ഈ സമയത്ത് ഓൾ ഓഫ് എ സഡൻ മാക്സ് വെസ്റ്റാപ്പൻ സ്പിൻ ആൻഡ് ഹി വെന്റ് ടു ഗ്രാവൽ DNF. പെട്ടെന്ന് എന്ത് സംഭവിച്ചു? സേഫ്റ്റി കാർ കെയിം ഔട്ട്. ഇവിടെ അടുത്ത ഡ്രാമയ്ക്ക് തുടക്കമായി. സേഫ്റ്റി കാർ 1-2 ലാപ്പ് പോകുന്ന ഉറപ്പായി. P1 നിന്ന ചാൾസിനെ സ്ട്രാറ്റജി മാസ്റ്റർ ക്ലാസ് കൊണ്ട് ഫെറാറി പിറ്റ് ചെയ്യിപ്പിച്ചു. ക്വൈറ്റ് നാച്ചുറൽ, ഇറ്റ്സ് ഓക്കെ. കാരണം ചാൾസിന് ഒരു 30 സെക്കൻഡ് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ചാൾസിനെ പിറ്റ് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ റേസ് റീസ്റ്റാർട്ട് സമയത്ത് ഫ്രഷർ ടയറിൽ നിൽക്കുന്ന ലൂയിസോ റസലോ ചാൾസിനെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പിറ്റ് ചെയ്യിപ്പിച്ചു, ഇറ്റ്സ് നാച്ചുറൽ. പക്ഷേ P2ൽ നിന്ന ലൂയിസ് ഒരു 15 സെക്കൻഡ് മാത്രം പുറകിലായിരുന്ന റസലിന്. P2 ആയിരുന്ന ലൂയിസ് 15 സെക്കൻഡ് ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ P3 ആയിരുന്ന റസലിനോട്. അവിടെ ലൂയിസിനെ പിറ്റ് ചെയ്യിപ്പിച്ചു. ലൂയിസ് റസലിൻ്റെ പുറകിൽ വന്നു, കാരണം റസൽ പിറ്റ് ചെയ്തില്ല. ഇറ്റ്സ് സ്റ്റിൽ ആൻ അഡ്വാൻറ്റേജ് ഫോർ ലൂയിസ്, കാരണം ഒരു ഫ്രഷർ ടയറിലാണ്. പക്ഷെ ഓൺലി ഇഫ് ദ റേസ് ഗോ ഫോർ 1 or 2 ലാപ്സ്. കാരണം ഫ്രഷർ ടയറിലുള്ള ലൂയിസിന് P2 നിൽക്കുന്ന റസലിൻ്റെ ഓൾഡ് ടയറിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഫ്യൂ ലാപ്സ് പോയി. 49ാമത്തെ ലാപ്പിലാണ് ഈ സേഫ്റ്റി കാർ വരുന്നത്. അങ്ങനെ മുന്നോട്ട് പോയി 51 ലാപ്പ് ആകുമ്പോഴത്തേക്ക് സേഫ്റ്റി കാർ എൻഡിങ് എന്ന് കാണിച്ചു. പക്ഷേ സേഫ്റ്റി കാർ എൻഡ് ചെയ്തില്ല. ലാസ്റ്റ് ലാപ്പിലും സേഫ്റ്റി കാർ വെന്റ് ഓൺ ഗോയിങ്. P2 നഷ്ടമായി. കാരണം സേഫ്റ്റി കാറിന് അണ്ടറിൽ ആർക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ലാസ്റ്റ് ലാപ്പിൽ ലാസ്റ്റ് ലാപ്പിൽ സേഫ്റ്റി കാർ എൻഡിങ് എന്ന് കാണിച്ചു. പക്ഷേ ഫോർ സം റീസൺ ഫിയ സെറ്റ് കണ്ടിന്യൂ വിത്ത് ദ സേഫ്റ്റി കാർ. അതുകൊണ്ട് റേസ് ഫിനിഷ് ചെയ്ത് അണ്ടർ ദ സേഫ്റ്റി കാറാണ്. അതുകൊണ്ട് കൺഫേംഡ് P2 കിട്ടേണ്ട ലൂയിസിന് P3 ആയി. ഇത് കൂടാതെ ഈ സേഫ്റ്റി കാർ വന്ന സമയത്ത് ലൂയിസിനെതിരെ ഒരു യെല്ലോ ഫ്ലാഗ് ഇൻഫ്രിഞ്ച്മെൻറ്റിനുള്ള ഒരു ഇൻവെസ്റ്റിഗേഷനും വന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ ഈ വീഡിയോയുടെ ഔട്ട് വരുന്നിടം വരെ വന്നിട്ടില്ല. ലൂയിസിന് ഒരു 5 സെക്കൻഡ് എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ലൂയിസ് ഔട്ട് ഓഫ് പോയിന്റ്സ് തന്നെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം സേഫ്റ്റി കാറിൻ്റെ അണ്ടറിൽ എല്ലാ കാറുകളും ഫിനിഷ് ചെയ്യുന്നുണ്ട്. എല്ലാവരുടെയും ഗ്യാപ്പ് ബിലോ 5 സെക്കൻഡ്സ് ആയിരുന്നു. സോ ഇത്രയ്ക്ക് ഡ്രാമാസ് ആയിരുന്നു. സോ ഫൈനൽ റേസ് റിസൾട്ട് ആസ് ഓഫ് നൗ ഇറ്റ്സ് ചാൾസ് ഫസ്റ്റ്, റസൽ സെക്കൻഡ് ആൻഡ് ലൂയിസ് തേർഡ്. ഫെറാറിക്ക് ഒരു ഷുവർ ആയിട്ടുള്ള P1 P2 കിട്ടേണ്ടതായിരുന്നു. ബട്ട് ഫെറാറിയുടെ ഈ ഒരു റോങ് സ്ട്രാറ്റജി കോൾ കാരണം, അല്ലെങ്കിൽ റോങ് പിറ്റ് സ്റ്റോപ്പ് കോൾ കാരണം അത് P1 P3 ആയിപ്പോയി. ഇറ്റ്സ് സ്റ്റിൽ എ ഗുഡ് റിസൾട്ട് ഫോർ ഫെറാറി ആൻഡ് ലൂയിസ് ഹാമിൽട്ടൺ, ബിക്കോസ് ആ ചാമ്പ്യൻഷിപ്പ് പോയിന്റ് 33 പോയിന്റ് ആയിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട്. ഈ റേസിൽ കിമി പോയിന്റ് ഒന്നും നേടിയിട്ടുമില്ല. ഹാമിൽട്ടണ് മിനിമം ഒരു 15 പോയിന്റ് എങ്കിലും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ചാമ്പ്യൻഷിപ്പ് ലീഡ് കുറഞ്ഞിപ്പോൾ ഒരു 33 പോയിന്റ്സ്. കിമിക്ക് 179 പോയിന്റ്, റസലിന് 184 പോയിന്റ്, ലൂയിസ് ഹാമിൽട്ടണ് 147 പോയിന്റ്.
അതുകൊണ്ട് ചാമ്പ്യൻഷിപ്പ് ഈസ് ഗെറ്റിംഗ് ക്ലോസർ ആൻഡ് ക്ലോസർ. എനിവേ ദിസ് ബ്രിട്ടീഷ് ഗ്രാൻഡ് പ്രീ വാസ് റിയലി ഫൺ, എ ലോട്ട് ഓഫ് ഡ്രാമ. അതുകൊണ്ട് എൻഡ് ഓഫ് ദ സീസൺ ചാമ്പ്യൻഷിപ്പ് കൂടുതൽ ടൈറ്റ് ആകാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ് വാസ് എ ഫൺ റേസ്. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദ വീഡിയോ. റേസ് മിസ്സായവർക്കൊക്കെ ഈ റേസ് റീക്യാപ്പ് വീഡിയോ നല്ലതാണെന്ന് പല ഒപ്പീനിയൻസ് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഇതേപോലുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യും. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയും.